ഹായ്, ഞാൻ ഡോക്ടർ റെന്നി ഫിലിപ്പ്. ബ്ലീഡിംഗ് ഗംസ് അഥവാ മോണയിൽ നിന്നുണ്ടാവുന്ന രക്തസ്രാവം ഇത് നോർമലായിട്ടുള്ളൊരു കാര്യമല്ല. നമ്മൾ ബ്രഷ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഫ്ലോസ് ചെയ്യുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോൾ ഒക്കെയാണ് സാധാരണ ഇത് കണ്ടുവരുന്നത്. ഇനി ഇത് വേദനയില്ല എന്നതുകൊണ്ട് തന്നെ ഇത് നമ്മൾ സാധാരണ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പോകാറില്ല എന്നതാണ് വാസ്തവം. വേദന വരികയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരു ഡെന്റിസ്റ്റിനെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തേനെ. ഇനി എന്തൊക്കെയാണ് ബ്ലീഡിംഗ് ഗംസ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ? മെയിനായിട്ട് പറയുന്നത് ഷുഗർ കണ്ടന്റ് കൂടുതലുള്ള ഫുഡ് പാർട്ടിക്കിൾസ് ബാക്ടീരിയ ആയിട്ട് ചേർന്നിട്ടുണ്ടാവുന്ന ഒരു സ്റ്റിക്കി കോമ്പൗണ്ട്, അതായത് പ്ലാക്ക് എന്നാണ് ഇതിന് പറയുന്നത്. അത് മോണയിൽ ഉണ്ടായിട്ട് അത് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതാണ് പ്രധാനമായിട്ടുള്ള കാരണം. ഇനി 15 മുതൽ 18 വയസ്സ് വരെയുള്ള കൗമാരക്കാരായ പെൺകുട്ടികളിൽ ഇതേപോലെ ബ്ലീഡിങ് കാണാറുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ഹോർമോണൽ ചേഞ്ചസ്, ഹോർമോണിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങളാണ് മെയിനായിട്ട് പറയുന്നത്. ഇനി പ്രമേഹമുള്ള ആൾക്കാരിൽ, അതേപോലെ തന്നെ രക്താർബുദമുള്ള ആളുകളിൽ, ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാരിൽ, ഹീമോഫീലിയ പോലുള്ള അസുഖങ്ങളുള്ള ആൾക്കാരിലും, പിന്നെ ക്ലോപ്പിഡോഗ്രല്, ആസ്പിരിന് ഇതേപോലുള്ള ബ്ലഡ് തിന്നേഴ്സ് ആയിട്ടുള്ള മെഡിസിൻ കഴിക്കുന്ന ആളുകളിലും മോണയിൽ രക്തസ്രാവം കാണാറുണ്ട്. ഇനി നമ്മളിത് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് പെരിഡോണ്ടൈറ്റിസിലേക്ക് പോകും. അതുപോലെ തന്നെ വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ഉള്ള ആളുകളിൽ, സ്ത്രീകളിലെ ഗർഭാവസ്ഥ കാലത്ത് ഹോർമോണൽ വേരിയേഷൻ കൊണ്ടൊക്കെ ബ്ലീഡിംഗ് ഗംസ് ഉണ്ടാവാറുണ്ട്. ഇതുപോലെ മോണയിൽ നിന്നുണ്ടാവുന്ന രക്തസ്രാവം നിങ്ങൾ കറക്റ്റ് സമയത്ത് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് കൂടുതൽ മോശം അവസ്ഥയിലേക്ക് പോകും. അതായത് പെരിഡോണ്ടൈറ്റിസ് എന്ന അവസ്ഥയിലേക്ക് മാറും. നിങ്ങളുടെ പല്ലുകളുടെയും മോണയുടെയും എല്ലിൻ്റെയും ആരോഗ്യത്തെ വരെ അത് ബാധിക്കുമെന്നത് മറന്നുപോകരുത്.